ഈ കോഴിക്കോട് 2 സഹോദരിമാരെ കൊലപ്പെടുത്തിയ സഹോദരൻ പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ തത്സമയം ചേരുന്നു. തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകി പ്രമോദിനെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷഹദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പ്രമോദിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് വരുന്നത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രമോദും ഈ മരിച്ച 2 സഹോദരിമാരും തമ്മിൽ അത്രയധികം ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷേ പ്രമോദിന്റെ നിവർത്തികേട് കൊണ്ടാണ് ഇത്തരത്തിൽ ഇരുവരെയും കൊലപ്പെടുത്തി പ്രമോദ് നാട് വിട്ടത് എന്ന ഒരു നിഗമനത്തിലായിരുന്നു പോലീസ്. കാരണം അത്തരത്തിലുള്ള മൊഴികളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ പ്രദേശത്തുള്ള ആളുകളും ഇവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ തുടർച്ചയായിട്ട് പോലീസിനോട് പറയുകയും ചെയ്തത്. നമ്മളും അവിടെ പോയ ഘട്ടത്തിലും എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. കാരണം അത്രയും സ്നേഹത്തോടു കൂടി കഴിഞ്ഞവരാണ്. പക്ഷേ ഇരുവരും വലിയ രീതിയിൽ അസുഖങ്ങൾ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അതിന്റെ മാനസികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രമോദിന് ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തനിച്ചാകുമെന്ന ഒരു ഭയം തുടർച്ചയായിട്ട് പ്രമോദിനെ കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രമോദ് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത് എന്ന കാര്യമായിരുന്നു ആ ഘട്ടത്തിൽ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് തലശ്ശേരിയിലുള്ള കടപ്പുറത്താണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. തലശ്ശേരിയിൽ മൃതദേഹം കരക്കടിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇനി മറ്റു വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പ്രാഥമികമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്. ഷഹദ, ഈ മരണം ആത്മഹത്യയോ മറ്റോ ആണെന്ന് പ്രാഥമിക നിഗമനമുണ്ടോ, അതോ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചാണോ ഇയാൾക്ക്? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഒരു അത് പ്രാഥമിക നിഗമനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ഏറ്റവും ഒടുവിൽ ഇയാളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് നഗരത്തിലെ വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാളിലേക്ക് എത്തുന്ന യാതൊരു ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുമ്പ്, അതായത് ഇന്ന് രാവിലെ പോലും നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമോദിലേക്ക് എത്തുന്ന യാതൊരുവിധ തുമ്പം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപ് ഇത്തരത്തിൽ ഈ മൃതദേഹം കരക്കടിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം പ്രമോദിനെ സംബന്ധിച്ച അത്രയധികം പ്രായമുണ്ട്. പ്രമോദിന് ഇനി ജയിലിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല ഈ സഹോദരിമാരുമായിട്ട് അത്രയധികം ആത്മബന്ധം പുലർത്തിയതാണ്. അതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് ഇത്തരമൊരു സംഭവം നടന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയായിരുന്നു. കാരണം പ്രമോദ് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അതടക്കമുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രമോദ് ആത്മഹത്യ ചെയ്തു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത്. തലശ്ശേരിയിലെ തീരത്താണ് ഈ പ്രമോദിന്റെ മൃതദേഹം കരക്കടഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.